ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഷുക്കൂറിൻ്റെ സ്റ്റോറിയുടെ തേർഡ് പാർട്ടായിട്ടാണ്. അതിൻ്റെ ഫസ്റ്റ് 2 പാർട്ടും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. അപ്പം അത് കേട്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആദ്യത്തെയും 2ാമത്തെയും പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കേട്ടിട്ട് ബാക്കി കേൾക്കുക. അപ്പോൾ തുടങ്ങാം. എൻ്റെ കൈകൾ ബലമായി ഭിത്തിയിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു. 5 മിനിറ്റ് സമയം. ശേഷം അയാൾ പിന്മാറി. പിന്നീടൊന്നും സംഭവിച്ചില്ലേ? വേറെ ദിവസങ്ങളിലൊന്നും? ഇല്ല. പിന്നീട് ഇതുവരെ അയാൾ അവിടെയുള്ള സമയങ്ങളിൽ പാസേജിൻ്റെ അടുത്തേക്കോ ബാത്റൂമിൻ്റെ അടുത്തേക്കോ ഞാൻ പോകാറില്ല. പിന്നെ വേറെ എന്തെങ്കിലും? പിന്നെ വേറെ എന്താ? നീ വീട്ടിലൊന്നും ഈ കാര്യം പറഞ്ഞില്ലേ? അനിയത്തിയോട് പറഞ്ഞു. അവളത് കേട്ടിട്ട് വേറൊന്നും പറഞ്ഞില്ലേ? അവളൊന്നും പറഞ്ഞില്ല. ഞങ്ങളത് രഹസ്യമാക്കി വെച്ചു, പുറത്താരും അറിയേണ്ട എന്ന് കരുതി. അപ്പോൾ നീ എന്തുകൊണ്ടാ എന്നോടിപ്പോൾ ഇത് പറയാൻ കാരണം? ഷുക്കൂർ ആകാംക്ഷയോടെ ചോദിച്ചു. അത് എനിക്ക് ചേട്ടനോടൊരടുപ്പം തോന്നിയത് കൊണ്ടും എൻ്റെ അമ്മയെ മെരുക്കിയ ആളായതുകൊണ്ടും. അത് നന്നായി. അപ്പോഴേ മഴ പെട്ടെന്ന് മാറുന്ന ലക്ഷണമില്ല. നമ്മുടെ സമയം വെറുതെ കളയണോ? ഞാൻ എനിക്കറിയില്ല. അവൾ കണ്ണുകൾ പൊത്തിയിരുന്നു. നാണവും തോന്നുന്നുണ്ട്, കൊതിയും തോന്നുന്നുണ്ടല്ലേ? അവൾ അതെ എന്ന് തലകുലുക്കി. പേടിക്കുകയൊന്നും വേണ്ട, ഞാൻ നോക്കട്ടെ മോള് സുന്ദരിയാണോ എന്ന്. വാ. ദിവ്യ എണീറ്റ് നിന്നു. മോൾ അമ്മയെക്കാളും സുന്ദരിയാണ് കേട്ടോ. ദിവ്യ ഒന്ന് ചിരിച്ചു. പോ ചേട്ടാ, കളിയാക്കാതെ. കളിയാക്കിയതല്ല, സത്യം. മോൾക്കെന്തോ ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. മോളുടെ കണ്ണുകൾക്ക് മാത്രമായി ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. ഇതും പറഞ്ഞ് ഷുക്കൂർ ദിവ്യയുടെ അടുത്തേക്ക് അല്പം കൂടെ നടന്നു നീങ്ങി. അവളൊരു ദീർഘശ്വാസം വിട്ടു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. 2 പേരും കുറച്ചു നേരം പരസ്പരം ഇമ വെട്ടാതെ നോക്കി നിന്നു. ചേട്ടൻ്റെ മോളുടെ പ്രായമല്ലേ എനിക്കുള്ളൂ. അതിനെന്താ? പ്രായം ഇവിടെ ഒരു പ്രശ്നമല്ലല്ലോ. സമ്മതമല്ലേ പ്രധാനം. നീ എനിക്ക് സമ്മതം തന്നതാണ്, പിന്നെ എനിക്കെന്താ കുഴപ്പം? അവൾ തലയാട്ടി. എന്നാ വാ. അവർ 2 പേരും മുറിയിലേക്ക് കടന്നു. ഈ സമയം ബിൻസി അവരെ കാത്തു നിൽക്കുകയായിരുന്നു. അവർ പോയിട്ട് ഒരുപാട് സമയമായല്ലോ. സന്ധ്യ ആശ്വസിപ്പിച്ചു. അവർ വരും അമ്മേ, നല്ല മഴയുമുണ്ട്, കൂടെ കാറ്റും കോളും. വണ്ടി ഓടിക്കാൻ പറ്റാണ്ട് എവിടെയെങ്കിലും കയറി നിൽക്കുകയായിരിക്കും. ബിൻസി അത് ശരിയാണ് എന്ന മട്ടിൽ സന്ധ്യയെ നോക്കി ഒന്ന് മൂളി. ചിന്ന വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടന്ന ഷുക്കൂറിനെ നോക്കി ദിവ്യ ഒന്ന് ചിരിച്ചു. എന്താ എന്ന മട്ടിൽ ഷുക്കൂർ കണ്ണുകൊണ്ടൊരാംഗ്യം കാണിച്ചു. ഞാൻ ഓർക്കുകയായിരുന്നു, അമ്മയുടെ 5 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട അതേ ആള് തന്നെ മോളെയും സ്വന്തമാക്കിയല്ലോ എന്ന് ദിവ്യ പറഞ്ഞു. ഇതൊക്കെ ഒരു ദൈവനിയോഗമല്ലേ മോളെ? ഷുക്കൂർ ചിരിച്ചു. നിന്റെ അമ്മ ഒന്നും കണ്ടുപിടിക്കാതെ സൂക്ഷിച്ചോ. നീ നേരത്തെ പറഞ്ഞില്ലേ പെണ്ണിനെ മനസ്സിലാകുമെന്ന്, അതുകൊണ്ട് പറഞ്ഞതാ. പേടിപ്പിക്കല്ലേടാ പൊന്നുമോനെ, വേഗം പോകാം, സമയം പോയി. പെട്ടെന്ന് റെഡിയായി അവർ വീട്ടിൽ തിരിച്ചെത്തി. വണ്ടിയുടെ ഒച്ച കേട്ടതും ബിൻസിയും സന്ധ്യയും ഇറങ്ങി വന്നു. എവിടെ പോയിരുന്നു രണ്ടാളും? ദിവ്യയെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് ബിൻസി ചോദിച്ചു. ഭയങ്കര മഴയായിരുന്നു അമ്മേ, കോട്ടില്ലാതെ നനഞ്ഞു വരാൻ പറ്റുമോ? മഴ മാറിയിട്ട് എത്ര സമയമായി? അവളെ വഴക്ക് പറയേണ്ട ബിൻസി. മഴയായതുകൊണ്ട് ഒരിടത്ത് കയറിയിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് വേറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ കാരണമാണ് വൈകിയത്. അപ്പോഴേക്കും സന്ധ്യ വന്ന് ഫോൺ പിടിച്ചു വാങ്ങി. ഹായ്, ടച്ച് ഫോൺ. അവളുടെ കണ്ണുകൾ വിടർന്നു. ബിൻസിയുടെയും ശ്രദ്ധ ഫോണിലേക്കായി. വീട്ടിലെ അന്തരീക്ഷം ശരിയാക്കി ഭക്ഷണം കഴിച്ച് ഷുക്കൂർ അവിടെ നിന്നും ഇറങ്ങി. ആസിഫുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് സുജ ജോലിക്കെത്തിയത്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് വിശ്രമിക്കുമ്പോൾ രാധ അവളുടെ അടുത്ത് വന്നിരുന്നു. രാധ ചോദിച്ചു,
നീ വന്നിട്ട് ഇക്കയെ കണ്ടായിരുന്നോ? ഇല്ല ചേച്ചി. രാധ: ഷുക്കൂർക്ക ഒരു ലോൺ വീട് പണിയുന്നതിൻ്റെ തിരക്കിലാണെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് വന്നിട്ട് 2-3 ദിവസമായി. ഫോൺ വിളി മാത്രമേ ഉള്ളൂ. അന്ന് നിങ്ങൾക്ക് തമ്മിൽ കൂടണമെന്ന് പറഞ്ഞിട്ട് നടന്നില്ലല്ലോ. ഇനി പുള്ളി വരുമ്പോൾ നടത്താല്ലേ? സുജ: ഓ, മൂപ്പർ അതൊക്കെ വിട്ടിട്ടുണ്ടാകും. രാധ: നിനക്കെന്താ ഇപ്പോൾ ഒരു താല്പര്യമില്ലാത്ത പോലെ? ഏയ്, അങ്ങനെ ഒന്നുമില്ല ചേച്ചി. പിന്നെ ഇതിനിടയിൽ വേറൊരു കാര്യം നടന്നു. എന്ത് കാര്യം? സുജ പറഞ്ഞു. അതാരോടും പറയരുത്. രാധയില്ലെന്ന് തലകുലുക്കി. ഞാൻ ഷുക്കൂറിനോട് കുറച്ച് പൈസ കടം ചോദിച്ചു. അത് കൊണ്ടുതരാൻ വന്നത് ആസിഫായിരുന്നു. അതിന്? ആസിഫ് വാപ്പാനേക്കാളും മിടുക്കനാണെന്ന് തെളിയിച്ചു. അയ്യോ! രാധയിൽ നിന്നും ഒരു ഒച്ച ഉയർന്നു. സത്യമായിട്ടും? അതെ ചേച്ചി. സുജ അന്ന് നടന്ന കാര്യങ്ങൾ വിവരിച്ചു. എല്ലാം കേട്ടിരുന്ന രാധയിൽ നിന്നും ഹൂഹ് എന്നൊരൊച്ച കേട്ടു. പിന്നെ ചേച്ചിയെയും അവന് നോട്ടമുണ്ട്. രാധ: അങ്ങനെ പറഞ്ഞോ അവൻ? വാപ്പ നിങ്ങളോട് എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചു. ഞാൻ നിങ്ങളുടെ 2ആളുടെയും കാര്യം പറഞ്ഞു. എന്നാ അതെനിക്കും വേണമെന്ന് അവൻ പറഞ്ഞു. രാധ: ഓ, കിളിന്ത് പയ്യൻ. നീ നന്നായി രസിച്ച് കാണുമല്ലേ? അങ്ങനെ അവരുടെ സംസാരം നീണ്ടു. ഷുക്കൂറിൻ്റെ മകളായ സഫിയ വക്കീൽ പഠിത്തം കഴിഞ്ഞു. സഫിയയ്ക്ക് ശരിക്കും അവളുടെ ഉമ്മ ഫസീനയുടെ മൊഞ്ചാണ് കിട്ടിയേക്കുന്നത്. സഫിയയ്ക്ക് ഇനിയൊരു സീനിയർ വക്കീലിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യണം. അതാര് എന്ന ചോദ്യം വന്നപ്പോൾ ഇപ്പോൾ തിരക്കുള്ള വക്കീലായി നിൽക്കുന്ന അനന്തൻ വക്കീലിൻ്റെ പേരാണ് എല്ലാവരും പറഞ്ഞത്. അതിനാൽ അവൾ അയാളെ ചെന്ന് കാണാൻ തീരുമാനിച്ചു. അങ്ങനെ അയാളുടെ ഓഫീസിലെത്തി. അവൾ റൂമിലേക്ക് കയറി ചെന്നു. തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആളാണ് അനന്തൻ വക്കീലെന്ന് അവൾ അറിഞ്ഞു. പക്ഷേ അത്രയും പ്രായം തോന്നുന്നില്ല. സുന്ദരമായ മുഖം. എപ്പോഴും ഒരു പുഞ്ചിരി ആ മുഖത്തുണ്ടെന്ന് അവൾക്ക് തോന്നി. അയാളുടെ അടുത്തായി തൻ്റെ പ്രായം തോന്നിക്കുന്ന 2 പെൺവക്കീലന്മാരുണ്ടായിരുന്നു. സഫിയ കാര്യം പറഞ്ഞു. അയാൾ അവളെ അടിമുടി ഒന്ന് നോക്കി. അതിനുശേഷം തല കുലുക്കി. എൻ്റെ രീതികളൊക്കെ ഇവർ പറഞ്ഞു തരും. നോക്കിയും കണ്ടും നിന്ന തിരക്കുള്ള വക്കീലായി സ്വന്തം കേസെടുത്ത് തുടങ്ങാം. ഓക്കെ, എനിക്ക് പോയിട്ട് അല്പം തിരക്കുണ്ട്. ഓക്കെ ആണെങ്കിൽ നാളെ മുതൽ പോരെ? അയാൾ ഇറങ്ങിപ്പോയി. സഫിയ അവിടെ നിന്ന് അവരെ പരിചയപ്പെട്ടു. ഒരാൾ ദീപ്തി, മറ്റേയാൾ മഞ്ജു. എങ്ങനെയുണ്ട് അനന്തൻ വക്കീല്? നിങ്ങൾ എത്ര നാളായി ഇവിടെ? സഫിയ തിരക്കി. വക്കീല് സൂപ്പറല്ലേ? ഞങ്ങൾ 1 വർഷമായി. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നിന്നാൽ മതി. ഞങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന 2 വക്കീല് ഇന്ന് നല്ല തിരക്കുള്ളവരാ. നല്ല നല്ല കേസുകൾ നമുക്ക് തന്ന് നമ്മളെ തേച്ച് മിനുക്കി തരും അങ്ങേര്. ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയും പ്രായമുള്ള നിന്നോട് ഞങ്ങളത് പറഞ്ഞു തരണോ? ഇത്തരം വിഷയത്തിൽ സാറ് മുന്നിലാ. സഫിയയിൽ ഒരു ഞെട്ടലുണ്ടായി. തിരക്കുള്ള വക്കീലായി തീരാൻ ഇങ്ങനെയൊക്കെ വേണമെന്നാണോ ഇവർ പറയുന്നത്? അപ്പോൾ നിങ്ങൾ? സംശയത്തോടെ സഫിയ അവരെ നോക്കി. അവർ 2 പേരും ചിരിച്ചുകൊണ്ട് തലയാട്ടി. പെട്ടെന്ന് ഞങ്ങളെ പറഞ്ഞു വിടല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന, മഞ്ജു പറഞ്ഞു. സഫിയയ്ക്ക് അതിശയം തോന്നി. എന്താണ് ഈ പെണ്ണുങ്ങൾ പറയുന്നത്? എന്തെങ്കിലും ആവട്ടെ, തനിക്ക് എങ്ങനെയും തിരക്കുള്ളൊരു വക്കീലാകണം. അതെന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല. അവൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. അന്ന് ഒരു വ്യാഴാഴ്ച ഫസീന പറഞ്ഞതുപോലെ അർജുൻ ഡ്രസ്സൊക്കെയായി സെയിൽസിനാണെന്ന് പറഞ്ഞ് ഷുക്കൂറിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഷുക്കൂർ തിരികെ വീട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപാണ് അവൻ മടങ്ങിയത്. ഉച്ചയ്ക്ക് 2 മണി. സൈറ്റിൽ ഊണ് കഴിഞ്ഞ് ആരും കാണാതെ ഒരു റൂമിൽ കയറി സുജയുമായുള്ള യുദ്ധം കഴിഞ്ഞ് തളർന്നു കിടക്കുകയായിരുന്നു ആസിഫ്. അതിനിടയിലാണ് അവൻ കണ്ടത് ഓട്ട വീണതും നരച്ചതുമായ ചില വസ്ത്രങ്ങൾ. ഇതെന്താ ചേച്ചി ഇതിങ്ങനെ? തുള വീഴാത്തതൊന്നുമില്ലേ? ഇല്ലടാ കുട്ടാ, ഇങ്ങനെയൊക്കെ വന്നാൽ മാത്രം പോരാ, ഇതൊക്കെ വാങ്ങിത്തരികയും വേണം.
അയ്യോടാ, ശരി, നമുക്ക് വൈകിട്ട് പോയി വാങ്ങാം. അങ്ങനെ വൈകുന്നേരം പണി കഴിഞ്ഞ് ആസിഫ് സുജയെയും കൂട്ടി ഒരു തുണിക്കടയിൽ കയറി. സുജയുടെ അടുത്ത് നിന്ന് ആസിഫിനെ നോക്കി ഡ്രസ്സ് എടുത്തു കൊടുക്കുന്ന പെൺകുട്ടി ചിരിക്കുന്നത് അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. അവളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നവന് തോന്നി. അവൻ നന്നായി ആലോചിച്ചു. പെട്ടെന്നാണ് അവന് മനസ്സിലായത് അത് ബിൻസിയുടെ മകൾ സന്ധ്യയാണെന്ന്. എന്താ ചേട്ടാ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് വാങ്ങുന്ന സെക്ഷനിൽ? അത് ഈ ചേച്ചിക്ക് വാങ്ങാൻ വേണ്ടി, അവൻ ചമ്മിക്കൊണ്ട് പറഞ്ഞു. ഓ, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിയാണല്ലേ? എല്ലാവർക്കും ഇതുപോലെ വാങ്ങിക്കൊടുക്കുമോ? പെട്ടെന്ന് സുജ ഇടപെട്ടു. ഇതേതാ ആസിഫെ ഈ കുട്ടി? അത് നമ്മൾ വീട് പണിത് കൊടുക്കുന്ന ബിൻസിയുടെ മകളാണ്. അത് ശരി മോളെ, വിടണ്ട, ഇവൻ്റെ ചിലവിൽ 2 എണ്ണം വാങ്ങിക്കോ, പൂത്ത കാശ. അയ്യോ വേണ്ട ചേച്ചി, ഇത് വാങ്ങാനുള്ള പൈസയൊക്കെ എനിക്കിവിടെ നിന്നും കിട്ടുന്നുണ്ട്. മാത്രമല്ല ഈ ചേട്ടൻ വാങ്ങിത്തന്നാൽ എനിക്ക് പണിയാകും. അതെന്താ മോളെ? സുജ വിടാനുള്ള ഭാവമില്ല. ഇതിട്ട് കാണണമെന്നെങ്ങാനും പറഞ്ഞാൽ ഞാൻ ചുറ്റിപ്പോകില്ലേ ചേച്ചി? ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയ ആസിഫ് അവിടെ നിന്നും മാറി നിന്നു. അപ്പോഴും സുജ അവളോട് എന്തൊക്കെയോ തന്നെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. തിരിച്ച് അവനോടൊപ്പം പോരുമ്പോൾ സുജ പറഞ്ഞു, ആസിഫേ, അവൾ ആ സന്ധ്യ പൈങ്കിളി പോലുള്ള ചരക്ക. ഒന്ന് ശ്രമിച്ചാൽ നിനക്ക് വീഴും. കിട്ടുമോ ചേച്ചി? അത് നിൻ്റെ മിടുക്ക്. ഞാൻ നിന്നെക്കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീടൊക്കെ പണിത് കൊടുക്കുന്നതല്ലേ, ഇങ്ങനെയെങ്കിലും മുതലാക്ക്. ശരിക്കും ശ്രമിച്ച് നോക്കിയാൽ കിട്ടും, ഉറപ്പ്. നോക്കാമല്ലേ? നോക്കടാ വേണമെന്നുണ്ടെങ്കിൽ. ആസിഫ് ചിരിച്ചുകൊണ്ട് വണ്ടി വിട്ടു. പിറ്റേന്ന് ഓഫീസിലേക്ക് പോകുന്നതിന് മുൻപ് കുളിക്കാൻ കയറിയ സഫിയയുടെ മനസ്സിൽ അനന്തൻ വക്കീലും മഞ്ജുവും ദീപ്തിയും പറഞ്ഞ കാര്യങ്ങളായിരുന്നു മനസ്സിൽ. തൻ്റെ ഉപ്പയുടെ പ്രായമുള്ള ആളാണ് വക്കീൽ. സാരമില്ല, തൻ്റെ ജീവിത വിജയത്തിന് വേണ്ടിയാണ്. കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്തണം. സഫിയ ഓഫീസിലെത്തുമ്പോൾ ദീപ്തി പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. സഫിയെ കണ്ടതും അകത്തൊരാളുണ്ട്, അവരിറങ്ങട്ടെ എന്നിട്ട് കയറാമെന്നറിയിച്ചു. അതിനുശേഷം ഒരു കള്ളച്ചിരി ആ മുഖത്തുണ്ടായി. അതെന്താണെന്ന് സഫിയയ്ക്ക് മനസ്സിലായില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഞ്ജു സാറിൻ്റെ റൂമിൽ നിന്നും ഇറങ്ങി വന്നു. എങ്ങനെയുണ്ടായിരുന്നു? മഞ്ജുവിനെ കണ്ട് ദീപ്തി ചോദിച്ചു. ദീപ്തി ഒരു കള്ളച്ചിരി പാസ്സാക്കി സഫിയോടായി പറഞ്ഞു, പാലച്ചുവട് കൊലക്കേസാണ് നമ്മൾ വാദിക്കുന്നത്. ഞാനാണ് അതിൽ സാറിനെ അസിസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഡിസ്കഷനായിരുന്നു അകത്ത്. മഞ്ജു ഉളിക്കണ്ണിട്ട് ദീപ്തിയെ നോക്കി ഒന്ന് കണ്ണിറുക്കി ചിരിച്ചു. മഞ്ജു അടുത്തുള്ള കസേരയിലിരുന്നു. താൻ വന്നു കഴിയുമ്പോൾ തന്നെ ഏൽപ്പിച്ച 2 കേസ് ഫയലുമായി റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു സാറ്, സഫിയോടായി മഞ്ജു പറഞ്ഞു. അത് കേട്ടതും സഫിയയുടെ നെഞ്ചിടിപ്പേറി. കേസ് ഫയൽ നെഞ്ചോട് ചേർത്ത് സഫിയ സാറിൻ്റെ റൂമിലെ ഡോർ തുറന്ന് അകത്ത് കയറി. വിശാലമായ റൂമിൽ വലിയൊരു കട്ടിലിൽ ഒരു ബെർമൂഡയും ടീഷർട്ടും ഇട്ട് കട്ടിൽ ക്രാസിയിൽ ചാരി സാർ ഇരിക്കുന്നുണ്ടായിരുന്നു. സഫിയ വാ, ഇരിക്ക്, തൻ്റെ അടുത്ത് കട്ടിലിൽ കൈവച്ച് അയാൾ പറഞ്ഞു. വർദ്ധിച്ച നെഞ്ചിടിപ്പോടെയും വിറയ്ക്കുന്ന കൈകാലുകളോടെയും സഫിയ അയാൾ പറഞ്ഞ സ്ഥലത്തിരുന്നു. കേസ് ഫയലൊക്കെ പഠിച്ചോ? അവളുടെ ചുമലിൽ തട്ടിക്കൊണ്ട് അയാൾ ചോദിച്ചു. വായിച്ചു, അവൾ തന കുനിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ഫയൽ നമുക്കിപ്പോൾ ആവശ്യമില്ല. ഒരു വക്കീലാകുമ്പോൾ ഫയൽ കയ്യിൽ വേണം. അതുകൊണ്ടാണ് ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞത്. അതാ ഷെൽഫിലേക്ക് വെച്ചുകൊള്ളൂ. എന്നിട്ടിങ്ങി വാ. അവൾ അതുപോലെ അനുസരിച്ചു. എൻ്റെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞില്ലേ? ഉവ്വെന്നവൾ തലയാട്ടി. ഒഫീഷ്യൽ കാര്യങ്ങളിൽ ഞാൻ വളരെ സ്ട്രിക്റ്റാണ്. എങ്കിലും എന്നോട് ചേർന്ന് നിൽക്കുന്നവരെ ഞാൻ ഉയർത്തിവിടും. തന്നെ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റോറിയുടെ ബാക്കി ഭാഗം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. അവിടെ ഒന്ന് ജോയിൻ ചെയ്യുക എല്ലാവരും. അപ്പോൾ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റും ചെയ്യുക. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വിത്ത് ലവ്, അലീന.